അപ്പോൾ രണ്ടാമത്തെ പോക്ക് ഇല്ല ടൈമായി. കെ ടീം വേഴ്സസ് TMG ആണ്. വരുന്നുണ്ട്. ഫസ്റ്റത്തത് SMGയും നാർക്കോസ് വരുന്നത്. അത് SMG ജയിച്ച്. രണ്ടാമത്തത് ഇനി ഇവർക്കെതിരാണ് വിളിക്കേണ്ടത് എന്ന് 12 മണിക്ക് മിക്കവാറും കോഡ് വരും വെള്ളിച്ചക്കുള്ളത്. ഫസ്റ്റ് പോക്ക് SMG ജയിച്ചു. സ്റ്റൈൽ സിറ്റി കടക്കരുത്. ഗ്രീൻ സോൺ. ഗ്രീൻ സോൺ പോയി. ഓക്കെ സെറ്റ്. ഇനി നടക്കാം. ഓക്കെ ഫൈറ്റ് കാണിച്ചു. വെപ്പൺ ആക്റ്റീവായി. ഇപ്പം അടി തുടങ്ങും. എടേ അവന് പണിയായല്ലോ. തിന്മ അവിടെ അപ്പുറത്തും അവിടെ അവിടെ എനിക്ക് പുള്ളി കൂടെ കടിക്കുന്നു. തിന്മ കയറി. ഇതെല്ലാം അതിൻ്റെ മോടി വലിഞ്ഞു കയറി. തിന്മശ് വീണ് ഹംസക്കുട്ടി അടിച്ച്. ഇത് ലോങ് അടിച്ച കൊള്ളൂലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു മീറ്റർ ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. ഹിറ്റല്ലേ? എല്ലാത്തിനും മീറ്റർ സെയിം തോക്കലൊതുക്കിട്ടുണ്ട്. കൊള്ളുന്നുണ്ട്. എന്നാലും അത്യാവശ്യം ഇത് കൊള്ളുന്നുണ്ട് കേട്ടാ. അത്യാവശ്യം ദൂരം ഉണ്ട്. നല്ല ദൂരം കൊണ്ട് അതെ. അങ്ങനെ KTM ഒരാൾ വീണ്. അപ്പോൾ 9 vs 10 ആയി. ഹംസക്കുട്ടിയാണ് ഫസ്റ്റ് വിക്ക് എടുത്തിരിക്കുന്നത്. TMG HF അവിടെ ഇവന്റെ പേര് ഇൻ ഗെയിം നെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് ടൈമില്ലാത്ത കാരണം പിന്നെ അത് വലിയ പ്രശ്നമാക്കാത്ത. ഓക്കെ അല്ല വേണ്ട. KTM and TMG can try to capture flag now. വെൽക്കം. ടെർബോ അല്ലത്, വേറെ ആരാണ്. ആ സൗണ്ട് കേട്ട് എനിക്ക് ടെർബോ എന്ന് തോന്നി. അയ്യോ നമ്മൾ ഒരു ധൃതിയും കാണിക്കല്ലേ. മനസ്സിലായോ? വീഴുവാണെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ഒറ്റ ബ്ലൈൻഡ് പുഷ് ചെയ്തോ കേട്ടോ. ഞാനൊന്ന് ഇടക്ക് പോയിട്ട് ട്രൈ ചെയ്തൊക്കെയാ പിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ പറ്റും. ഓൾറെഡി ഇല്ലല്ല നമ്മളെ പേരിലായതുകൊണ്ട് കാണിച്ച് വർക്കാവും. സ്മോക്കില്ലാത്തോണ്ട് പണിയാണ് കേട്ടാന്. ക്യാപ്ചർ ചെയ്യാലോ. അടിക്കാൻ വേറെ ആരും ഇല്ല പൊസിഷനിൽ. മെർലി വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പിടിക്കാൻ കേട്ടോ. ഇപ്പൊ പിടിക്കാം. അങ്ങോട്ട് ഓടുമ്പോഴല്ലേ ഇങ്ങോട്ട് വരാലോ. കവർ കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇങ്ങോട്ടാണ് ഓടിക്കഴിഞ്ഞാൽ ഗോഡേസ് ഒന്നും നോക്കാനില്ല. ചത്താലും കില്ലിട്ട് കഴിഞ്ഞാൽ ക്യാപ്ചർ പോയി. അല്ല പ്ലെയിൻ്റെ അകത്ത് തന്നെ വന്നിരിക്കാം. അതും കുഴപ്പമില്ലാത്ത പരിപാടിയാ. തീർന്നു കേട്ടോ. അവര് ഇറങ്ങി വന്ന് അടിക്കണം. പ്ലാൻ തന്നെ. പക്ഷെ കൊറേ ടൈം ആയില്ലേ. ടൈം അടയോ. ക്യാപ്ചർ ചെയ്യണമെങ്കിൽ എഴുതി കാണിച്ചിരുന്നെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടെ ആയിരുന്നു. ഓക്കെ 5 മിനിറ്റ് ബാക്കിയപ്പോൾ
5 മിനിറ്റും 40 സെക്കൻഡും. മുകളിലത്തെ ടൈമർ നോക്കണ്ട. മുകളിലത്തെ ടൈമർ കിടക്കുന്നത് 45 മിനിറ്റിൻ്റെ ടൈമറാണ്. നമുക്കത് 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ നമ്മളെ ബോഗ് കഴിയും. ബോഗാകുമ്പോൾ 30 മിനിറ്റ് വരുന്ന ടൈം. അപ്പോൾ ആരടിക്കുന്നത്? ഓ ഡെവിൻ. ഓ അവൻ അടിയിട്ട് തുടങ്ങിയല്ലേ സിമി. അടി കിട്ടി 2 ഷോട്ട് അവിടെ നോക്കിയാ. ബിനു ബോസിനും കിട്ടി. ബിനു ബോസിൻ്റെ അപ്പോൾ ഫുള്ളാക്കിയത് ബിനു ബസ് ആര്? കിട്ടി. മെർലിൻ ബിലാൽ ആ, ആ, മതിലിൻ്റെ ആ, ഭാഗത്ത്. ആ, ആ. KTM ഞാൻ പറഞ്ഞില്ലേ KTM അവിടെ നിന്നിട്ട് കാര്യമില്ല. അവരെന്നെ റൊട്ടേറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. അവരെല്ലാരും പ്ലെയിനിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെ ഒന്നുകിൽ ബാക്ക്. ടൈം എത്ര കാണിക്കുന്നത്? എനിക്ക് 19:57. ഓക്കെ സെറ്റ്. 5 മിനിറ്റിൽ ഇനി ക്യാപ്ചർ ചെയ്താൽ കിട്ടി. വർക്കായി. എനിക്ക് അതായിരുന്നത്. അപ്പം പിടിക്കുക വെക്കാട്ട്. ഓ ഇവിടെ പുഷ് ചെയ്ത് TMG നൈസായിട്ട് കയറുന്നുണ്ട്. അസീം അവിടെ ക്യാപ്ചറും ചെയ്ത് തുടങ്ങി. അന്തോണിക്ക് നല്ല അടിയിട്ടല്ലോ. ഓ അസീമിന് ഡൗണ്. അസീമിന് ഡേവിഡ് എടുക്കാൻ അടിച്ചിട്ട് തിരിച്ചു പോയി അങ്ങോട്ട് തന്നെ. ഞാൻ പോണ ബൈന്നൊക്കെ പണി ഞാൻ പോണെന്നൊക്കെ. അസീം ഒരു കവർ എടുക്കാണ്ടെന്ന് കേട്ടോ. അത് ലൈക്ക് ക്യാപ്ചറിങ് ചെയ്തിട്ട് അവൻ ഓടി കളിച്ചോണ്ട് തന്നെ ഇരുന്നു അവിടെ. പ്ലെയിന്റെ ബാക്കിലുണ്ട് 4-5 പേര്. പുഷ് ചെയ്ത് അന്തോണിക്ക് ആർമറില്ല. അന്തോണി എടുത്തേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചവര്. ഓ സേവിയറും 2 ആൾക്കാരും ഇവിടെ. ഓ ഇവിടെ പുഷ് ചെയ്ത് പ്ലെയിന്റെ അവിടെ. എന്റെ പൊന്നു എല്ലാരും പുഷ് ചെയ്ത് ഇവിടെ. നല്ല അടി കേട്ടോ. നല്ല റെഡ്മാൻ ഉണ്ട്. 2 ആൾക്കാരുള്ളൂ കേട്ടോ. ഇനി TG തുരുമ്പാണ്. അല്ലല്ല തുരുമ്പ് ശ്രദ്ധിക്കുന്നില്ല. ഓ ഇവിടുന്ന് ആള് വന്നില്ലേ ഡെവിന്. ഗോഡൈസ് കേറി കെട്ടിയും ഓ അതിന്റെ ഇടയ്ക്ക് ഗോഡൈസ് ഡെവിനെ വിട്ട് അങ്ങോട്ട് പോയല്ലേ. അവിടെ 2v2 അല്ല 3v2. ഇപ്പൊ 2v2. 2v1. ഗോഡൈസ് വേണോ? മറ്റേ വീണ് ടോറസ് വീണല്ലേ. ഡാനിയും ഇവിടെ ടെർബോമോനും ബിനുബോസും അവിടെ ഡാനിയും. അയ്യോ എടാ ശ്രദ്ധിക്കാണ്ട് ഓടുന്നു. ഓ 2 ആള് വന്നടാ. തിരിച്ചറിഞ്ഞില്ല അവൻ. മറ്റേ അടിയൊന്നും കൊള്ളുന്നില്ല. എടാ പ്ലേസ് അടിക്കണം. എടാ പക്ഷെ അവനെ എടുത്തില്ല. അയ്യോ ലാസ്റ്റ് ടൈമില് 1 ഫൈറ്റ് കേട്ടാ. അത് ടെർബോമോൻ കേറിയതായിരുന്നു. അപ്പുറത്തെ പ്ലെയിനിന്റെ അടുത്ത് നല്ല കളിയായിരുന്നു. അവസാനം എത്തിയപ്പോ ഫസ്റ്റ് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അവിടെ മറ്റേ സൈഡിൽ മറ്റേ അന്തോണി എടുത്ത നൈസ് ട്രേഡ് ആയിരുന്നു. ലാസ്റ്റ് HP അടിച്ചിട്ട് എവിടെ പോണവൻ അത് ക്യാപ്ചർ ചെയ്യും. എന്റെ മോൻ സൺലൈറ്റ് ആണത്. അതെ 3 മിനിറ്റ്. അങ്ങനെ രണ്ടാമത്തെ ബോഗ് സീസൺ 7 രണ്ടാമത്തെ ബോഗ് KTM ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സാൻഡി പ്ലെയിങ് ക്രഷ്. അപ്പോൾ KTM എടുത്ത്. അപ്പോൾ GG എന്തൊരു ഇത് വന്നടിയായിരുന്നു അവസാനം കേട്ടാ.